Good morning. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻഇക്വാലിറ്റീസ് ഫോർ പൈ ഓഫ് എക്സ് ആൻഡ് പി എൻ വേർ പൈ ഓഫ് എക്സ് എന്നുള്ളത് നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ എക്സും പി എൻ ഈസ് ദ nth പ്രൈം എന്ന കാര്യത്തിലാണ്. സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഫോർ എവറി ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു 2 വി ഹാവ് 1/6 ഇൻറ്റു n ബൈ ലോഗ് n ഇസ് ലെസ് ദാൻ പൈ ഓഫ് n ആൻഡ് ഇസ് ലെസ് ദാൻ 6 ഇൻറ്റു n ബൈ ലോഗ് n. ഇതിൻ്റെ പ്രൂഫ് കുറച്ച് ലെങ്തിയാണ്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ആദ്യം ഇൻഇക്വാലിറ്റിയാണ് പറയുന്നത്. ആ ഇൻഇക്വാലിറ്റി ഇതാണ്: 2 raised to n is less than or equal to 2n n, which is the combination 2n cn in the form and less than 4 raised to n, where 2n cn is 2n factorial by n factorial n factorial. So നമുക്ക് ഈ ഒരു ഇൻഇക്വാലിറ്റി ഇതിപ്പോഴും ഹോൾഡ് ചെയ്യും എന്നുള്ളത് ക്ലിയർ ആണ്. സോ ആ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും 2 raised to n is less than or equal to 2n factorial by n factorial into n factorial, which is less than 4 raised to n. Taking logarithm on these three terms, we get n log 2 is less than or equal to logarithm property apply that log 2n factorial minus 2 into log n factorial, which is less than n log 4. ഞാൻ ഇക്വേഷൻ 1 മാർക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന ലെഷൻഡേഴ്സ് ഐഡൻറ്റിറ്റി പ്രകാരം വി ഹാവ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ or equal to x factorial is equal to product p less than or equal to x p raised to alpha of p എന്നറിയാം. where this alpha of p is summation of m equal to 1 to infinity greatest integer x by p raised to m എന്നുമാണ്. നമ്മൾ ഇതാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഇൻഇക്വാലിറ്റിയിലകത്ത് ഈ ലെഷൻഡേഴ്സ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ഈ ഇക്വേഷനകത്ത് നമുക്ക് രണ്ട് സൈഡ് ലോഗരിതം അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ലോഗരിതം ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് എന്നുള്ളതെല്ലാം ലോഗരിതത്തിന് എഴുതുമ്പോൾ സമ്മേഷനായി മാറും. സോ സമ്മേഷൻ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് പവർ എന്നുള്ളത് പ്രൊഡക്റ്റായി മാറും. ആൽഫ ഓഫ് പി ഇൻറ്റു ലോഗ് പി എന്ന് കിട്ടും. അഗൈൻ ഇവിടെ നമുക്കറിയാം ആൽഫ ഓഫ് പി എന്നുള്ളത് സിഗ്മ എം ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ബൈ പി റേസ് ടു എം ആണ്. ദെൻ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പി റേസ് ടു എം, എക്സിൻ്റെ വാല്യൂ പി റേസ് ടു എമ്മിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ദർ വിൽ ബി നോ ടേം ഇൻ ദ സം. സോ ഈ സമ്മേഷൻ എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ പറയുന്നത് ആൽഫ ഓഫ് പി ഈ സമ്മേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓൾവേസ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ പി റേസ് ടു എം എന്നുള്ളതാണ്. ആൻഡ് സോ എക്സ് ലെസ് ദാൻ പി റേസ് ടു എം ആണെങ്കിൽ ടേക്കിംഗ് ലോഗ് ഗെറ്റ് ലോഗ് എക്സ് ലെസ് ദാൻ m log p, or m should be greater than log x by log p എന്ന് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് m should be greater than log x by log p. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോഗ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് ഫാക്ടോറിയലിൻ്റെ ഫോർമുല ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. നമുക്ക് അതെങ്ങനെയാണ്: സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് സിഗ്മ എം ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിക്ക് വരുന്ന എന്ത് മതി? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് എക്സ് ബൈ ലോഗ് പി എന്ന് മതി. സമ്മേഷൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ബൈ പി റേസ് ടു എം ഇൻറ്റു ലോഗ് പി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ എക്സിന് പകരം 2n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റും ലോഗ് 2n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2n ആക്കി പി ലെസ് ദാൻ ഈക്വൽ ടു 2m സിഗ്മ എം ഈക്വൽ ടു 1 to ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് 2n ബൈ ലോഗ് പി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 2n ബൈ പി റേസ് ടു എം ഇൻറ്റു ലോഗ് പി. സെയിം വേയിൽ ഇതേ ഫോർമുലയിൽ എക്സിന് പകരം n കൊടുത്താൽ വി ഗെറ്റ് ദ നെക്സ്റ്റ് ഇക്വേഷൻ ലോഗ് n ഫാക്ടോറിയൽ ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു n sigma m equal to 1 to greatest integer less than equal to log n by log p in summation of n by p raised to m log p എന്ന് കിട്ടും. ദെൻ നമ്മളൊരു ടേം കണ്ടുപിടിക്കുകയാണ് യൂസിങ് ദീസ് ടു ഇക്വേഷൻസ്, ദറ്റ് ഈസ് ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 ഇൻറ്റു ലോഗ് n ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണ്. ഇത് രണ്ടും ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്താൽ മതി. സോ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലോഗ് 2n ഫാക്ടോറിയൽ എന്നുള്ളത് സമ്മേഷൻ p ലെസ് ദാൻ ഈക്വൽ ടു 2n സമ്മേഷൻ m ഈക്വൽ ടു 1 to greatest integer less than equal to log 2n by log p greatest integer less than equal to 2n by p raised to m into log p minus 2 into log n factorial ഇവിടെ ഉണ്ട് സിഗ്മ p less than equal to n സിഗ്മ m equal to 1 to greatest integer less than equal to log n by log p greatest integer n by p raised to m log p. ഇത് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. അതിങ്ങനെയാണ്. നമുക്കത് രണ്ട് സമ്മേഷനിലും സമ്മേഷൻ p ലെസ് ദാൻ equal to 2n ഇവിടെ p ലെസ് ദാൻ equal to 1 ആണ്. സോ കോമൺ ആയിട്ട് നമുക്ക് p ലെസ് ദാൻ equal to 2n പറയാം. കാരണം ഇവിടെയും ഈ സമ്മേഷനകത്ത് n ബൈ പി എം എന്ന വാല്യൂ ആണ്. ഇവിടെ n ലെസ് ദാൻ പി എം എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. സോ എന്നിൻ്റെ വാല്യൂ പി എമ്മിനൊക്കെ ഗ്രേറ്റർ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഈ സമ്മേഷനകത്ത് എന്നിൻ്റെ വാല്യൂ മാക്സിമം n വരെ നോക്കിയാൽ മതി. എന്നിൻ്റെ മേലേക്കുള്ള വാല്യൂസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ സമ്മേഷൻ തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. പി ലെസ് ദാൻ ഈക്വൽ ടു 2n തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. സോ സമ്മേഷന് പുറത്ത് സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു 2n ഇവിടെ m ഈക്വൽ ടു 1 to സെയിം വേയിൽ ലോഗ് 2n ബൈ ലോഗ് പി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ എടുക്കാനാണ്. ദെൻ രണ്ടിലും കോമൺ എടുക്കാം. രണ്ടിലും കോമൺ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2n ബൈ പി റേസ് ടു എം ലോഗ് പി മൈനസ് 2 ഇൻറ്റു n ബൈ പി റേസ് ടു എം ലോഗ് പി എന്നുള്ളതാണ്.
ഇനി നമുക്കിനി ഈ ഇക്വേഷനിൽ രണ്ട് ടൈമിൽ ലോഗ് പി കോമൺ ആണ്. ടേക്കിംഗ് കോമൺ ലോഗ് പി കോമൺ, വി ഹാവ് sigma p less than equal to 2n, sigma m equal to 1 to greatest integer less than equal to log 2n by log p, greatest integer 2n by pm minus 2 into greatest integer n by pm into log p. ഞാൻ അതിനെ ഇക്വേഷൻ ബി എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ദിസ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ ലോഗ് പി എന്ന് പറയും. ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് പി എന്ന് പറയാം. കാരണം ഈ 2n by pm minus 2 into n by pm ഈ വാല്യൂ either 1 or 0 ആയിരിക്കും. ഞാൻ പറയുന്നുണ്ട് greatest integer less than equal to 2x minus 2 into greatest integer x. അതൊന്നുകിൽ 0 ആയിരിക്കും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വാല്യൂ എന്നുള്ളത് എന്തായാലും ഒന്നുകിൽ 0 പോയിന്റ് സംതിങ് ആയിരിക്കും, 1 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. സോ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ എടുക്കുമ്പോൾ എന്തായാലും വാല്യൂ 0 or 1 ആയിരിക്കും വരിക. സോ ഈ വാല്യൂ either 0 or 1 ആയിരിക്കും. 1 ആണെങ്കിൽ ഇത് ഈക്വൽ ടു എന്ന് പറയാം, 0 ആണെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയാം. സോ വി ഹാവ് ലോഗ് നമ്മൾ തുടങ്ങിയ എവിടെയായിരുന്നു, ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 into log n ഫാക്ടോറിയൽ ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു 2n, സിഗ്മ എം ഈക്വൽ ടു 1 to log 2n by log p, സമ്മേഷൻ ഓഫ് log p. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. യെസ്, ഈ സമ്മേഷനകത്ത് രണ്ട് സമ്മേഷൻ ഉണ്ട് നമുക്ക്. ഈ രണ്ട് സമ്മേഷനിൽ ആദ്യത്തെ സമ്മേഷൻ എമ്മിലാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ലോഗ് പി എന്നാണ് നമ്മുടെ ഇവിടുത്തെ സമ്മേഷനകത്ത് കിട്ടും. സോ ഇവിടെ സമ്മേഷൻ ചെയ്യാൻ വേണ്ടി വേരിയബിൾ എം എന്ന് വേരിയബിൾ ഇല്ല. സോ ഈ സമ്മേഷന് പുറത്തേക്ക് നമുക്ക് ലോഗ് പിന്ന് എടുക്കാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വി ഹാവ് ലോഗ് 2n ഫാക്ടോറിയൽ ഈ 0 ഇല്ല, ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 log n ഫാക്ടോറിയൽ ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു 2n ലോഗ് പി ഇൻറ്റു സമ്മേഷൻ എം ഈക്വൽ ടു 1 to log 2n by log p 1 എന്ന് ചെയ്യാം. ഈ സമ്മേഷൻ നമുക്കറിയാം എം ഈക്വൽ ടു 1 to 1 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ അപ്പർ പവർ ടേം തന്നെ ആയിരിക്കും, ലോഗ് 2n by log p എന്ന ടേം ആയിരിക്കും. സോ വി ഗെറ്റ് സമ്മേഷൻ പി ലെസ് ദാൻ ഈക്വൽ ടു 2n log p ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഈക്വൽ ടു log 2n by log p. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് വാല്യൂ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആത്ത വാല്യൂ. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു 2n log p ഇൻറ്റു log 2n by log p. ക്യാൻസലിംഗ് log p വി ഹാവ് സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു 2n log 2n എന്ന് കിട്ടി. ആൻഡ് സോ നൗ ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും കിട്ടിയിരിക്കുന്നത് ഈ സമ്മേഷൻ ഓവർ പി ആണ്. ഇവിടെ നമുക്ക് പിയുടെ ടൈം ഇല്ല, എൻ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ ടേക്ക് ദിസ് ഔട്ട്സൈഡ് സമ്മേഷൻ. സോ വി ഗെറ്റ് ലോഗ് 2 സമ്മേഷൻ ലോഗ് 2n ഇൻറ്റു സമ്മേഷൻ പി ലെസ് ദാൻ ഈക്വൽ ടു 2n 1 എന്ന് കിട്ടി. പി ലെസ് ദാൻ ഈക്വൽ ടു 2n 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nൽ താഴെയുള്ള പ്രൈം നമ്പറുകളുടെ നമ്പർ തന്നെയാണ്. സമ്മേഷൻ ഓവർ 1 എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര ടൈംസ് ഉണ്ടോ അത്രയും, വിച്ച് മീൻസ് അവർ പൈ ഓഫ് 2n. നമുക്ക് കിട്ടിയത് എന്താ നോക്കൂ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 log n ഫാക്ടോറിയൽ ആണ്. വി ഗെറ്റ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് 2n ഇൻറ്റു പൈ ഓഫ് 2n കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ 1 അതിനകത്തേക്ക് വരാണെങ്കിൽ അതിങ്ങനെയായിരുന്നു. നമ്മളവിടെ എഴുതിയത് n log 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 log n ഫാക്ടോറിയൽ വിച്ച് ഈസ് ലെസ് ദാൻ n log 4 എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2n log ഫാക്ടോറിയൽ ലെസ് ദാൻ ഈക്വൽ ടു പൈ ഓഫ് 2n ഇൻറ്റു log 2n കിട്ടി. സോ ഇത്രയും നമുക്ക് പറയാം. ഇതിൽ ഫസ്റ്റ് ടേം n log 2ഉം ഈ ലാസ്റ്റ് ടേം വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പൈ ഓഫ് 2n വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n log 2 by log 2n. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഞാൻ ഒരു 2n, സോ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ വി ഗെറ്റ് സെയിം ആസ് 2 ഇൻറ്റു n log 2 by 2 ഇൻറ്റു log 2n. അത് ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 2n by log 2n ഇൻറ്റു log 2 by 2 എഴുതി. ഈ log 2 by 2യുടെ വാല്യൂ എപ്പോഴും 1 by 2നൊക്കെ വലുതായിരിക്കും നമുക്കറിയാം. സോ log 2ൻ്റെ വാല്യൂ എപ്പോഴും 1 by 2 വലുതായിരിക്കും അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 2n by log 2n ഇൻറ്റു 1 by 2 by 2 ദാറ്റ് ഈസ് 1 by 4 എന്ന് എഴുതാം. I mean know that 1 by 4 is always greater than 1 by 6. So we can rewrite that as 2n by log 2n into 1 by 6. നമുക്ക് കിട്ടിയത് എന്തായിരുന്നു നോക്കൂ, പൈ ഓഫ് 2n is greater than 1 by 6 into 2n by log 2n എന്ന് കിട്ടി. And I mark that as equation 2. Now നമുക്ക് ഇപ്പോൾ പറഞ്ഞതെന്ന് ഇങ്ങോട്ട് എഴുതാൻ പറ്റും, പൈ ഓഫ് 2n plus 1. നമ്മളിനി പൈ ഓഫ് 2n ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഞാൻ പൈ ഓഫ് 2n plus 1 പറയുകയാണെങ്കിൽ ദറ്റ് ഈസ് ക്ലിയർലി വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പൈ ഓഫ് 2n ആയിരിക്കും. ചിലപ്പോൾ സെയിം ആയിരുന്നു വരാം, ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ അറിയാം. അത് നമുക്കിപ്പോൾ കിട്ടിയത് പൈ ഓഫ് 2n ഗ്രേറ്റർ ദാൻ 1 by 4 ഇൻറ്റു 2n by log 2n നമ്മൾ നേരത്തെ പറഞ്ഞു. കമ്പയറിംഗ് ദാറ്റ് ദിസ് വിൽ ബി 1 by 4 2n by log 2n ഞാൻ 2n plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പ്. സോ 1 by 4 ഇൻറ്റു 2n plus 1 by 2n plus 1 2n by log 2n ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാനൊന്ന് റീറൈറ്റ് ചെയ്തുള്ളത് 2n plus 1 by log 2n ഉം 2n by 2n plus 1 റീറൈറ്റ് ചെയ്തു.
ആൻഡ് ഇതിനെ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1/4 ഇൻറ്റു 2n + 1 ബൈ ഈ ലോഗ് 2n പകരം ഞാൻ ലോഗ് 2n + 1 എന്നെഴുതി. നമുക്കറിയാം ലോഗ് 2n വലുതായിരിക്കും ലോഗ് 2n + 1, പക്ഷേ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് നേരത്തെ ചെയ്യും. സോ ഈ ടേം ആയിരിക്കും വലുത്. സോ ജസ്റ്റ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് ഗ്രേറ്റർ ദാൻ ആക്കി പറയാം. ആൻഡ് ഈ 2n/2n + 1 ഈ വാല്യൂസ് ഫോർ എനി വാല്യൂസ് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2/3. സോ 2n/2n + 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2/3 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4 ഇൻറ്റു 2n + 1 ബൈ ലോഗ് 2n + 1 ഇൻറ്റു 2/3 എന്ന് പറയാം. സോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇവിടെയായിരുന്നു പൈ ഓഫ് 2n + 1 പറഞ്ഞു തുടങ്ങിയത്. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4 ഇൻറ്റു 2n + 1 ബൈ ലോഗ് 2n + 1 ഇൻറ്റു 2n + 1 ഇൻറ്റു 2/3 കിട്ടി. സോ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പൈ ഓഫ് 2n + 1 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/6 2n + 1 ബൈ 6 ലോഗ് 2n + 1 ആൻഡ് നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ 3. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 2 നമുക്ക് കിട്ടിയത് പൈ ഓഫ് 2n ഗ്രേറ്റർ ദാൻ 1/6 2n ബൈ ലോഗ് 2n എന്നും ഇവിടെ കിട്ടിയത് പൈ ഓഫ് 2n + 1 ഗ്രേറ്റർ ദാൻ 1/6 2n + 1 ബൈ ലോഗ് 2n + 1 ആണ്. ഈ രണ്ടും നമുക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. യൂസിങ് പി ഓഫ് എൻ വി ഹാവ് പ്രൂവൺ പി ഓഫ് n + 1 എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ കമ്പയറിംഗ് ദിസ് ആൻഡ് അപ്ലൈയിങ് principle of mathematical induction we get pi of n equal to 1/6 into n by log n. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ബി ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ ബിയിൽ നമ്മൾ എഴുതിയത് log 2n ഫാക്ടോറിയൽ മൈനസ് 2 log n ഫാക്ടോറിയൽ ആണ്. ദിസ് വാസ് അവർ ഇക്വേഷൻ ബി. log 2n ഫാക്ടോറിയൽ മൈനസ് 2 ഇൻറ്റു log n ഫാക്ടോറിയലിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ചു വരാണ്. log 2n factorial minus 2 into log n factorial equal to sigma p less than equal to 2n m equal to 1 to greatest integer log 2n by log p 2n by p raised to m minus 2 into greatest integer n by pm log p എന്നുള്ളതായിരുന്നു. ആൻഡ് ദിസ് വിൽ ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഞാൻ ഇതിൽ സമ്മേഷൻ ഒന്നും മാറ്റിയതാണ് p less than equal to 2n by p minus 2n by p log p. വേറെ ഒന്നും ചെയ്തില്ല, എമ്മിൻ്റെ വാല്യൂ 1 മാത്രം കൊടുത്തിട്ടുള്ളൂ. എമ്മിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ പി റേസ് ടു എം എന്നുള്ളത് പി ആവും, പി റേസ് ടു പി ആയി. ഈ സമ്മേഷനകത്ത് ആ ഒരു ടേം മാത്രം ആയി കഴിഞ്ഞാൽ ആ ടേമിനേക്കാൾ വലുതായിരിക്കും ഈ സമ്മേഷന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് 2n by p minus 2 into n raised to p ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 2x minus 2 into x എന്ന ഫോമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ദിസ് വിൽ ബി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ ഡിഫറൻസ് വിൽ ബി ക്ലിയർലി 1 എന്ന് പറയാൻ പറ്റും. വെൻ n ലെസ് ദാൻ p ലെസ് ദാൻ 2n. എൻ്റെ വാല്യൂ പിയുടെ വാല്യൂ എന്നിനും 2n ഇടയ്ക്കാണെങ്കിൽ എന്നിന് താഴെയുള്ള പ്രൈം നമ്പറുകളുടെ എണ്ണം 2n താഴെയുള്ള പ്രൈം നമ്പറുടെ എണ്ണത്തിനും ബിറ്റ്വീൻ ആണ് പി വരുന്നത്. അങ്ങനെ യു ക്യാൻ സേ ദാറ്റ് ദിസ് സമ്മേഷനകത്ത് ഈ ടേം 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പി n ലെസ് ദാൻ p ലെസ് ദാൻ 2n 1 ഇൻറ്റു ലോഗ് പി. ആൻഡ് ഇതിനെ നമുക്കിങ്ങനെ പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ p ലെസ് ദാൻ 2n ലോഗ് പി ഇൻറ്റു സിഗ്മ p ലെസ് ദാൻ n ലോഗ് പി. അവിടെ ഒരു മൈനസ് ആണ്, ഇൻറ്റു അല്ല. നമുക്ക് പറയാൻ പറ്റും സിഗ്മ പി ലെസ് ദാൻ 2n ലോഗ് പി മൈനസ് സിഗ്മ പി ലെസ് ദാൻ n ലോഗ് പി. നമുക്ക് വേണ്ടത് പിയുടെ വാല്യൂ 2n-നും n-നും ഇടയ്ക്ക് പിയുടെ വാല്യൂയുടെ സമ്മേഷൻ വേണ്ടത്. സോ നമ്മൾ 2n താഴെയുള്ള എല്ലാ വാല്യൂസിനും സം എടുക്കും, മൈനസ് n താഴെയുള്ള വാല്യൂസിന് സം എടുക്കും. ആ ഡിഫറൻസ് ആയിരിക്കും ഈ സമ്മേഷൻ വരിക. അതാണ് എഴുതിയിരിക്കുന്നത്. സിഗ്മ പി ലെസ് ദാൻ 2n ലോഗ് പി എന്നുള്ളത് തീറ്റ വേരിയൻറ്റ് ഓഫ് 2n ആണ്. സിഗ്മ പി ലെസ് ദാൻ n ലോഗ് പി എന്നുള്ളത് തീറ്റ വേരിയൻറ്റ് ഓഫ് n ആണ്. ദാറ്റ് ഈസ് തീറ്റ വേരിയൻറ്റ് ഓഫ് 2n മൈനസ് തീറ്റ വേരിയൻറ്റ് ഓഫ് n. നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വന്നിരിക്കുന്നത്. സോ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് 2n ഫാക്ടോറിയൽ മൈനസ് 2 log n ഫാക്ടോറിയൽ. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ദാറ്റ് ഈസ് ലെസ് ദാൻ n log 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഗെറ്റ് തീറ്റ വേരിയൻറ്റ് ഓഫ് 2n മൈനസ് തീറ്റ വേരിയൻറ്റ് ഓഫ് n ഈസ് ലെസ് ദാൻ n log 4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ 5 എന്ന് മാർക്ക് ചെയ്താൽ വി ടേക്ക് എ പർട്ടിക്കുലർ n ഈക്വൽ ടു 2r 2 raised to r. നമ്മൾ n-ൻ്റെ വാല്യൂ 2 raised to r എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് 2 into 2 raised to r is 2 raised to r plus 1. So theta variant of 2 raised to r plus 1 minus theta variant of 2 raised to r is less than 2 raised to r into log 4, which is equal to 2 raised to r into log 4 നമുക്ക് 2 raised to r into log 2 square എന്ന് എഴുതാം. That is 2 raised to r into 2 log 2 എന്ന് എഴുതാം. That is 2 raised to r plus 1 log 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി തീറ്റ വേരിയൻറ്റ് ഓഫ് 2
raised to r plus 1 minus theta variant of 2 raised to r is less than 2 raised to r plus 1 log 2 എന്ന് കിട്ടി. നമുക്ക് ഇനി ആറിൻ്റെ വാല്യൂസ് k 1 2 3 അങ്ങനെ k വരെ കൊടുത്തു കഴിഞ്ഞാൽ we get these equations. Theta variant of 2 minus theta variant of 1 is less than 2 log 2. Theta variant of 2 square minus theta variant of 2 is less than 2 square log 2 and so on. Theta variant of 2 raised to k plus 1 minus theta variant of 2 raised to k is less than 2 raised to k plus 1 log 2 എന്ന് കിട്ടും. നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും. ഇവിടെ അല്ല തീറ്റ വേരിയൻറ്റ് 2ഉം തീറ്റ വേരിയൻറ്റ് 2 ക്യാൻസലും അടുത്ത് സ്ക്വയറും അങ്ങനെ ക്യാൻസലായി ലാസ്റ്റ് ഈ ടേം തീറ്റ വേരിയൻറ്റ് ഓഫ് 2 raised to k plus 1ഉം ഇവിടുത്തെ മൈനസ് തീറ്റ വേരിയൻറ്റ് ഓഫ് 1 മാത്രമേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി ഉണ്ടാവുള്ളൂ. സോ തീറ്റ വേരിയൻറ്റ് ഓഫ് 2 raised to k plus 1 മൈനസ് തീറ്റ വേരിയൻറ്റ് ഓഫ് 1 ഈസ് ലെസ് ദാൻ ലെഫ്റ്റിൻ്റെ സമ്മേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ സമ്മേഷനിൽ log 2 എല്ലാത്തിലും കോമൺ ആണ്. സോ 2 plus 2 square plus etc plus 2 raised to k plus 1 log 2 എന്ന് വരും. Taking 2 outside, we have 2 into 1 plus 2 square etc 2 raised to k log 2. ഇത് ഒരു GP ആണ് നമുക്കറിയാം. Taking summation, we have 2 into 2 raised to k plus 1 minus 1 by 2 minus 1 log 2. And that is same as 2 into 2 raised to k plus 1 minus 1 log 2. Expand ചെയ്യുമ്പോൾ 2 raised to k plus 2 എന്നാവും ഈ വാല്യൂ. log 2 minus 2 log 2. 2 raised to k plus 2 log 2 ന്ന് 2 log 2 കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം this value theta variant of 2 raised to k plus 1 minus ഇവിടെ തീറ്റ വേരിയൻറ്റ് ഓഫ് 1 ഉണ്ടായിരുന്നു. തീറ്റ വേരിയൻറ്റ് ഓഫ് 1 നമുക്കറിയാം 0 ആയിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ എഴുതുന്നില്ല. തീറ്റ വേരിയൻറ്റ് ഓഫ് 2 raised to k plus 1 പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ലെസ് ദാൻ 2 raised to k plus 2 log 2. ആൻഡ് ഐ നെയിം ഇറ്റ് as equation 6. നൗ വി ക്യാൻ ചൂസ് k. നമ്മൾ ഇനി k ചൂസ് ചെയ്യാൻ കണ്ടീഷൻ പറയുകയാണ് സച്ച് ദാറ്റ് 2 raised to k is less than n less than equal 2 raised to k is less than equal to n less than 2 raised to k plus 1 എന്ന രീതിയിലാണ് നമ്മൾ k ചൂസ് ചെയ്യുന്നതെങ്കിൽ തീറ്റ വേരിയൻറ്റ് ഓഫ് n നമുക്കറിയാം അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ് വിൽ ബി ക്ലിയർലി ഈ n ലെസ് ദാൻ 2 raised to k plus 1 ആയതുകൊണ്ട് തീറ്റ വേരിയൻറ്റ് ഓഫ് n ലെസ് ദാൻ ഈക്വൽ ടു തീറ്റ വേരിയൻറ്റ് ഓഫ് 2 raised to k plus 1 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് തീറ്റ വേരിയൻറ്റ് ഓഫ് n ഈസ് ലെസ് ദാൻ തീറ്റ വേരിയൻറ്റ് ഓഫ് k plus 1. ഫ്രം ദിസ് ഇക്വേഷൻ 6 വി ഹാവ് ദാറ്റ് ഈസ് ലെസ് ദാൻ 2 raised to k plus 2 log 2. സോ 2 raised to k plus 2 നമുക്ക് 2 raised to k into 2 raised to 2 എന്ന് എഴുതാം into log 2 that is 2 raised to k into 4 log 2. ഇനി നമുക്കറിയാം 2 raised to k യുടെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് ലെസ് ദാൻ n ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 raised to k as n we can say that this is less than or equal to 4 into n log 2 എന്ന് കിട്ടി. which means theta variant of n is less than 4 raised to n log 2 and I mark it as equation 8. Now suppose 0 less than alpha less than 1. ആൽഫയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലാണ് എഴുതാം. ദെൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് pi of n minus pi of n raised to alpha into log n raised to alpha. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. pi of n-ൻ്റെ വാല്യൂ സിഗ്മ p ലെസ് ദാൻ ഇക്വൽ ടു n1 എന്ന് എഴുതാം. വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ n ആണ്. സോ അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. pi of n raised to alpha എന്നാണ് നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ n ആൽഫ എന്നാണ് n raised to alpha എന്നാണ്. ദാറ്റ് ഈസ് സിഗ്മ p ലെസ് ദാൻ ഇക്വൽ ടു n raised to alpha 1 എഴുതാം ഇൻറ്റു log raised to n ആൽഫ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ n raised to alpha ലെസ് ദാൻ p ലെസ് ദാൻ n എഴുതാൻ പറ്റും. n raised to p ലെസ് ദാൻ n ആയുള്ള പ്രൈമറുടെ നമ്പറിൽ നിന്ന് p ലെസ് ദാൻ n raised to alpha പ്രൈമറുടെ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ n raised to alpha ലെസ് ദാൻ p ലെസ് ദാൻ n 1 എന്ന് എഴുതിയാൽ മതി log n raised to alpha. സോ ദിസ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ ഈ നമ്പർ എന്നുള്ളത് എപ്പോഴും log n raised to alphaയുടെ സമ്മിന് ലെസ് ആയിരിക്കും. ലെസ് ദാൻ n raised to alpha ലെസ് ദാൻ p ലെസ് ദാൻ n log n raised to alpha. ഈ ടൈമിൽ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. n raised to alpha ലെസ് ദാൻ p ലെസ് ദാൻ n ആയതുകൊണ്ട് നമ്മൾ n വരെയുള്ള സമ്മേഷനിൽ നിന്ന് n raised to alpha ഉള്ള സമ്മേഷൻ കുറയ്ക്കുകയാണ്. സോ വി ഗെറ്റ് സിഗ്മ p ലെസ് ദാൻ ഈക്വൽ ടു n log n raised to alphയ്ക്ക് പകരം നമ്മൾ p എന്ന് കൊടുക്കുകയാണ്. സോ log p മൈനസ് സിഗ്മ p ലെസ് ദാൻ ഈക്വൽ ടു n raised to alpha log p എന്ന് പറയാം. നമുക്കൊരു കാര്യം പറയാൻ പറ്റും n raised to alpha എന്നുള്ളത് എപ്പോഴും ലെസ് ദാൻ p ആയിരിക്കും. സോ സിൻസ് n raised to alpha ലെസ് ദാൻ p we can say that ഇവിടെ നമ്മൾ പറഞ്ഞ p ലെസ് ദാൻ നമ്മൾ പറയുന്നത് n raised to alpha ലെസ് ദാൻ p എന്നാണ്. സോ n raised to alpha ലെസ് ദാൻ p ആയതുകൊണ്ട് ടേക്കിംഗ് log we have log n raised to alpha ലെസ് ദാൻ p. അപ്പോൾ ഈ log n raised to alpha ക്ക് നമുക്ക് ഇവിടെ log p കൊടുത്താൽ മതി. ലെസ് ദാൻ ഈക്വാളിറ്റി സാറ്റിസ്ഫൈ ആകും. സോ ഇവിടെ നമുക്ക് കിട്ടിയപ്പോൾ സമ്മേഷൻ p ലെസ് ദാൻ ഈക്വൽ ടു n log p മൈനസ് സമ്മേഷൻ p ലെസ് ദാൻ ഈക്വൽ ടു n raised to alpha log p എന്നാണ്. സോ ഈ വാല്യൂ എന്നുള്ളത് തീറ്റ വേരിയൻറ്റ് ഓഫ് n-ൻ്റെ ഡെഫിനിഷനാണ്. ഇത് തീറ്റ വേരിയൻറ്റ് ഓഫ് n raised to alpha ഡെഫിനിഷനാണ്. സോ വി ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നായിരുന്നു pi of n മൈനസ് pi of n raised to alpha ഇൻറ്റു log n raised to alpha ലെസ് ദാൻ തീറ്റ വേരിയൻറ്റ് ഓഫ് n. ഇക്വേഷൻ 8 നമുക്കറിയാം ദാറ്റ് ഇസ് ലെസ് ദാൻ 4n log 2 എന്നറിയാം. നമുക്കിപ്പോൾ കിട്ടിയത് ഇത്രയാണ് pi of n മൈനസ് pi of n alpha
into log n raised to alpha is less than 4n log 2. Taking log to left side, we have pi of n minus pi of n raised to alpha is less than 4n log 2 by log n raised to alpha. So, pi of n raised to alpha right side we have pi of n less than 4n log 2 by logarithm property prakaram alpha into log n plus pi of n raised to alpha, which is strictly less than pi of n raised to alpha യേക്കാൾ വലുതായിരിക്കും n raised to alpha. ഒരു നമ്പറിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പറുകളെക്കാളും വലുതായിരിക്കും ആ നമ്പർ എപ്പോഴും. സോ വി ഹാവ് 4n log 2 by alpha into log n plus n raised to alpha. ഈ രണ്ട് ടേംസിൽ നിന്നും n by log n ഔട്ട്സൈഡ് എടുത്താൽ ഫസ്റ്റ് ടൈമിനകത്ത് എന്നും ബൈ log n പോയാൽ ബാക്കി 4 log 2 by alpha ആയിരിക്കും. സെക്കൻഡ് ടൈമിൽ n log n എടുക്കാൻ വേണ്ടി നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം, log കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ n raised to alpha log n by n വരും. സോ വാട്ട് വി ഹാവ് ഈസ് pi of n, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങായിരുന്നു pi of n എന്നായിരുന്നു, will be less than or equal to will be less than equal to n by log n into 4 log 2 by alpha plus log n by n raised to 1 minus alpha എന്ന് വരും ഈ വാല്യൂ. അതിനെ ഇക്വേഷൻ 9. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ y equal to x raised to minus c log x ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴും 1 by c ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ അറിയാം. വൈയുടെ ഡെറിവേറ്റീവ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x raised to minus c into 1 by x plus log x into minus c into x raised to minus c minus ആ ഒരു ഡെറിവേറ്റീവ് ആയിരിക്കും. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്ത് നമുക്ക് മാക്സിമം മിനിമം ചെക്ക് ചെയ്യാൻ അറിയാം യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും 1 by c ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 by c ആണെങ്കിൽ x raised to minus c log x എന്നുള്ളത് ഈസ് ലെസ് ദാൻ 1 by c, ലെസ് ദാൻ ഈക്വൽ ടു 1 by c എന്ന് പറയാം. ഓർ log x by ഈ x raised to minus c എന്ന് പറഞ്ഞാൽ log x by x raised to c ദറ്റ് ഈസ് ലെസ് ദാൻ 1 by c എന്ന് പറയാം. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതിലേക്ക് എത്താൻ പോകുന്നത് ഇതിനകത്ത് ഈ സമ്മേഷൻ ഈ ഇക്വേഷനകത്ത് log n by n raised to 1 minus ആൽഫയെ പറ്റി ചിന്തിക്കണേ. ഫോർ ദാറ്റ് വി ടേക്ക് ആൽഫ ഈക്വൽ ടു 2/3. അങ്ങനെയെങ്കിൽ log n by n raised to 1 minus ആൽഫ എന്നുള്ളത് log n by 1 minus 2/3 ദാറ്റ് ഈസ് log n by n raised to 1/3 ആയിരിക്കും. ഇത് നമുക്ക് ഈ ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്യാം. log x by x raised to c ആയിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ സിയുടെ വാല്യൂ 1/3 ആയിരിക്കും, എക്സിന് ഒരു n ആണെന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1 by c നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1 by സിയുടെ വാല്യൂ 1/3 ഇൻറ്റു ഇ ദാറ്റ് ഈസ് 3 by e എന്ന് പറയാം. അതിന് ഇക്വേഷൻ 10. ഈ കിട്ടിയ വാല്യൂ നമ്മൾ ഈ ഇനീക്വാളിറ്റി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇനീക്വാളിറ്റി 9 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഹാവ് pi of n ലെസ് ദാൻ ഈക്വൽ ടു n by log n ഇൻറ്റു 4 log 2 by alpha plus log n by n raised to 1 minus alpha which will be strictly less than n by log n into 4 log 2 by 2/3 plus 3 by e എന്ന് കിട്ടും. ആൽഫയുടെ വാല്യൂ 2/3 കൊടുത്താണ് കാണുന്നത് 2/3 എന്ന്, പ്ലസ് ആ കേസിൽ നമുക്ക് കിട്ടിയ log n by n raised to 1 minus alpha ലെസ് ദാൻ 3 by യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെയെങ്കിൽ ഈ 4/2/3 എന്നുള്ളത് 6 ആയിരിക്കും. സോ ദാറ്റ് ഈസ് n log n ഇൻറ്റു 6 log 2 plus 3 by e. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? pi of n ലെസ് ദാൻ നമുക്ക് ഈ 6 log 2 plus 3 by e എന്നുള്ള വാല്യൂ എപ്പോഴും ലെസ് ദാൻ 6 ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായി. log 2ൻ്റെ വാല്യൂ തന്നെ 0. something ആണ്. 6 ഇൻറ്റു സംതിങ് പ്ലസ് 3 ആയാലും ലെസ് ദാൻ 6 കിട്ടാം. സോ n by log n ഇൻറ്റു 6നേക്കാളും ചെറുതാണെന്ന് പറയാം. അതായത് 6n by log n. സോ നമുക്ക് നേരത്തെ കിട്ടിയ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഇപ്പോൾ കിട്ടിയ സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/6 n by log n ലെസ് ദാൻ pi of n ലെസ് ദാൻ 6 ഇൻറ്റു n by log n എന്ന് പറയാം. ആൻഡ് ഹെൻസ് ദ പ്രൂഫ് ഓഫ് അവർ തിയറം. തിയറിൽ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്, ലെങ്തി ആണെങ്കിലും ഈസിയാണ്. ദെൻ നെക്സ്റ്റ് തിയറം, ഫോർ n greater than equal to 1 the nth prime pn satisfy the inequalities. inequality ഇങ്ങനെയാണ് 1/6 n log n ലെസ് ദാൻ pn ലെസ് ദാൻ 12 ഇൻറ്റു n log n പ്ലസ് n log 12 by e. pn എന്നുള്ളത് nth പ്രൈം ആണെങ്കിൽ വേറെ n greater than equal to 1 ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ കാണിക്കേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പോയി എളുപ്പമാണ്, സെക്കൻഡ് പാർട്ടിനാണ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വേണ്ടത്. സോ വി ടേക്ക് pi of n ലെസ് ദാൻ 6n by log n. അത് നമുക്ക് കഴിഞ്ഞ തിയറത്തിൽ കിട്ടിയതാണ്. pi of n ലെസ് ദാൻ 6n by log n എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും pi of k വിൽ ബി ലെസ് ദാൻ 6k by log k. നമ്മൾ k എന്നുള്ളത് nth പ്രൈം p n എടുത്താൽ നമുക്കറിയാം nth പ്രൈമാണ് k ആയതുകൊണ്ട് kക്ക് താഴെയുള്ള പ്രൈമുകളുടെ എണ്ണം n ആയിരിക്കും പറയാം, ലെസ് ദാൻ ഈക്വൽ ടു k. സോ pi of k ഈക്വൽ ടു n. സോ നമുക്ക് ഈ ഇനീക്വാളിറ്റി എന്ത് പറയാം? pi of kയുടെ വാല്യൂ n ആണ്. സോ n ലെസ് ദാൻ 6 ഇൻറ്റു pn by log p എന്ന് പറയാം. ഫ്രം ദാറ്റ് ഐ ക്യാൻ സേ pn ഈസ് ഗ്രേറ്റർ ദാൻ 1/6 n log pn. ഇതിൽ നിന്ന് pn മാത്രം എടുത്ത് കഴിഞ്ഞാൽ n log pn by 6 എന്ന് വരാം. സോ pn ഗ്രേറ്റർ ദാൻ 1/6 n log pn എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പാർട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് 1/6 n log pn ലെസ് ദാൻ pn എന്ന്. അത് പ്രൂഫായി കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രൂഫിന് വേണ്ടി
വി കൺസിഡർ 1/6 ഇൻറ്റു എൻ ലോഗ് എൻ ലെസ് ദാൻ പൈ ഓഫ് എൻ. നമ്മുടെ തൊട്ട് മുമ്പത്തെ തിയറത്തിൻ്റെ ലെഫ്റ്റ് പാർട്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇതുപോലെ എന്നിൽ വരെ കെ കൊടുത്താൽ പൈ ഓഫ് കെ ഇസ് ഗ്രേറ്റർ ദാൻ 1/6 ഇൻറ്റു കെ ബൈ ലോഗ് കെ എന്ന് കിട്ടും. സിമിലർലി കഴിഞ്ഞ പാർട്ടിലെ പോലെ തന്നെ വി ടേക്ക് കെ ഈക്വൽ ടു പി എൻ വിച്ച് ഇസ് ദ nth പ്രൈം. സോ പൈ ഓഫ് കെ ഈക്വൽ ടു എൻ. സോ ഈ ക്വസ്റ്റൻ നമുക്ക് ഇനീക്വാളിറ്റി നമുക്ക് എന്ത് കിട്ടും? എൻ ഗ്രേറ്റർ ദാൻ 1/6 ഇൻറ്റു പി എൻ ബൈ ലോഗ് പി എൻ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് പി എൻ്റെ വാല്യൂ കിട്ടുന്നത് ലെസ് ദാൻ 6n ലോഗ് പി എൻ എന്നായിരിക്കും. ആൻഡ് ഐ നെയിം ഇറ്റ് as ഇക്വേഷൻ 1. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൽ കണ്ട പോലെ തന്നെ വീണ്ടും ഒരു ഫംഗ്ഷനെ പറ്റി പറയുകയാണ്. y ഈക്വൽ ടു ലോഗ് എക്സ് ബൈ റൂട്ട് എക്സ് എന്ന ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് y ഈക്വൽ ടു 2/3 ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ ചെയ്യാൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. അത് വളരെ ബേസിക് ആണ്, ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. സോ അതിൻ്റെ മാക്സിമം വാല്യൂ 2/e ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് log x by root x is always less than equal to 2/e or log x is less than equal to 2 root x by e. ഇനി എക്സിന് വരെ ഞാൻ പി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഹാവ് log പി എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2 റൂട്ട് പി എൻ ബൈ ഇ എന്ന് കിട്ടും. ഞാൻ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ 1, ഈ ഇക്വേഷനകത്ത് പി എൻ ലെസ് ദാൻ ഈക്വൽ ടു 6n ലോഗ് പി എന്ന് എഴുതിയല്ലോ, അതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലോഗ് പി എന്ന് പകരം ഇത് കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? പി എൻ ലെസ് ദാൻ 6n ഇൻറ്റു 2 റൂട്ട് ഓഫ് പി എൻ ബൈ ഇ, ദറ്റ് ഈസ് 12n റൂട്ട് പി എൻ ബൈ ഇ എന്ന് പറയാം. റൂട്ട് പി എൻ ഇങ്ങോട്ട് എടുത്താൽ പി എൻ ബൈ റൂട്ട് പി എൻ ലെസ് ദാൻ 12n ബൈ ഇ, ദറ്റ് ഈസ് പി എൻ ബൈ റൂട്ട് പി എൻ ആണ്. റൂട്ട് പി എൻ ഈസ് ലെസ് ദാൻ 12n ബൈ ഇ എന്ന് കിട്ടും. സോ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, റൂട്ട് പി എൻ്റെ ലോഗ് 1/2 ലോഗ് പി എൻ വരും. ന്യൂമറേറ്റർ 12n ആണ്. സോ 12n ഇ ബൈ ഇ ആണ്. ഞാനതിനെ n ഇൻറ്റു 12/e എന്ന് റീറൈറ്റ് ചെയ്താണ്. സോ ലോഗ് n പ്ലസ് ലോഗ് 12/e എന്ന് പറയാൻ പറ്റും. ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 1/2 2നെ റൈറ്റിലേക്ക് എടുത്താൽ ലോഗ് പി എൻ ലെസ് ദാൻ 2 ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് 12/e. അഗൈൻ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പി എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ലോഗ് പി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1 ഇനീക്വാളിറ്റി 1 ഇതായിരുന്നു, പി എൻ ലെസ് ദാൻ 6n ലോഗ് പി എൻ ആണ്. ഇതേ ലോഗ് പി എന്നിലേക്ക് വീണ്ടും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്കെന്ത് പറയാം? പി എൻ ലെസ് ദാൻ 6n ഇൻറ്റു 2 ഇൻറ്റു ലോഗ് n പ്ലസ് ലോഗ് 12/e എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പുറത്തുള്ള മൾട്ടിപ്ലൈ 12 എന്ന് കിട്ടും. ഇൻറ്റു n ബ്രാക്കറ്റിനകത്തേക്ക് എടുത്താൽ 12 ഇൻറ്റു n ലോഗ് n പ്ലസ് n ലോഗ് 12/e എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ഇനീക്വാളിറ്റി ഓഫ് അവർ ഗിവൺ തിയറം. സോ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് 1/6 n ലോഗ് n ലെസ് ദാൻ പി എന്ന്, ആൻഡ് ദാറ്റ് ഇസ് ലെസ് ദാൻ 12 ഇൻറ്റു n ലോഗ് n പ്ലസ് n ലോഗ് 12/e. Hence the proof for theorem.